എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ മിക്സി വാങ്ങിയതിന് ശേഷം ഡെയിലി പാല് വാങ്ങുന്നുണ്ടായിരുന്നു ജ്യൂസ് കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പാല് ബാക്കിയും വരാറുണ്ടായിരുന്നു. ഈ പാൽ എവിടെ വെക്കും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിൽ വെക്കാൻ ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് നേരെ 1 കിലോമീറ്റർ അപ്പുറമുള്ള ഷോപ്പിൽ വന്ന് ആരോടും ചോദിക്കാതെ നേരെ അവിടുത്തെ ഫ്രീസറും തുറന്ന് പാലും വെച്ചതായി ഞാനൊരു പപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പപ്സ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാം. ബട്ട് വേറെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴാണ് എനിക്ക് തോന്നിയാൽ നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിലൊന്ന് പോയാലും പോകുന്ന വഴിക്ക് വണ്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യന്റെ ഷോപ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. തൊട്ടടുത്ത് തന്നെ നമ്മുടെ വടക്കൻ സെൽഫിൽ കാണുന്ന അതേപോലത്തെ വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിയാൽ നേരെ പോകാൻ പോകുന്നത് പൈനാപ്പിൾ തോട്ടത്തിലേക്കാണ്. ഈ ഒരു തോട്ടം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്റേതാണ്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ അല്ല. എല്ലാ ആഴ്ചയിലും ഞാൻ വന്നു നോക്കുന്നത് പൈനാപ്പിൾ വലുതായിട്ടുണ്ടോ ഇല്ലോ എന്ന്. ഇനി അഥവാ പൈനാപ്പിൾ പറിക്കുകയാണെങ്കിൽ ഒരു പൈനാപ്പിൾ എനിക്കും വാങ്ങാലോ, ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ബട്ട് വരുന്ന സമയത്ത് എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ നിന്ന് നല്ലപോലെ ഒച്ച ഉണ്ടായിരുന്നു. എന്താ നോക്കുമ്പോഴാണ് മനസ്സിലായത് വണ്ടീൻ്റെ സ്ക്രൂ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ. എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അസുഖം വരും, അല്ലെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആവും. ഇതൊക്കെയാണ് ജീവിതം. എന്നാൽ ശരി, ബൈ.